ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. വരണം. നിങ്ങളെ കണ്ടില്ലല്ലോ, ഞാൻ ഓർത്തിരിക്കുകയായിരുന്നു. അല്ല, അങ്കിളിന്റെ ഈ പ്രായവും ഗാർഡനിങ്ങും തമ്മിൽ എങ്ങനെ ഒത്തുപോകുന്നു എന്നാണ് എന്റെ സംശയം. സെൽഫ് കുക്കിംഗ് എന്ന് പറഞ്ഞതുപോലെ ഞാൻ സെൽഫ് ഗാർഡനിങ് തുടങ്ങിയിരിക്കുക. അപ്പോ അങ്കിളിന്റെ എല്ലാ കാര്യങ്ങളും സെൽഫായിട്ടായിരിക്കും. ഒരു ഒത്തക്ക് പോ. വീട്ടിൽ അളിയനും പത്മാവതിക്കും ഒക്കെ സുഖം തന്നെയാണല്ലോ അല്ലേ? എന്താണോ സുഖമല്ലേ? നീ എന്ത് പണിയായി കാണിച്ചത്? ഇതിന്റെ പാൻ ഷർട്ടും ഒക്കെ ആകെ നനഞ്ഞല്ലോ. അല്ല, സാറ് വല്ലപ്പോഴല്ലേ കുളിക്കാറുള്ളൂ. ഒന്ന് കുളിപ്പിച്ചകത്തേക്ക് എന്നാന്ന് കരുതി. അല്ല, എന്താ പതിവില്ലാതെ രണ്ടുപേരും അല്ല, ഞങ്ങളിവിടെ ടി വി വരെ ഒരു പെൺ ഇവനിവിടെ ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ അങ്ങനെ. ഓ, പാച്ചുവും ഗോപാലനുമാണല്ലോ. അതെ. വാ, അകത്തേക്ക് വാ. ഒന്ന് നിന്നടാ. ഡാളിയാ പോണ്ടേ? പണം മുടക്കി ഒന്നിനെ അവിടെ കൊണ്ടുവച്ചിട്ട് ടൈം വേസ്റ്റ് ചെയ്യണോ? ഒന്ന് ചുമ്മാ ഇരിയടാ. നിന്നെ ഒന്നും കുടുംബത്തെ കയറ്റാൻ കൊള്ളുകയല്ലോ. മാ തുറന്ന അലവലാതി വർത്താനേ വരും. എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ ചമ്മിച്ചാലുണ്ടല്ലോ, നിന്റെ ഒരു സ്ഥിരം പതിവാ. ഒരു പുണ്യാളം വന്നേക്കണം. ഷർട്ട് വലിക്കില്ല, മദ്യപിക്കില്ല, എല്ലാത്തിനും കൂടി ഒന്ന് മതിയല്ലോ. ചതിക്കല്ലേ, ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റ്. അങ്ങനെ വഴിക്ക് വാടാ മോനെ. ഡ്രസ്സിംഗ് നന്നായിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ, നല്ല സെലക്ഷൻ. ഒരു ഫാഷൻ പരേഡ് നടത്തിയ ഫസ്റ്റ് പ്രൈസ് ഷുവറാ അല്ലേ? അതെ, ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ബോംബെ പോയപ്പോ എടുത്തതാ. ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. ഞാൻ പറഞ്ഞതേ ബാലേട്ടന്റെ ഡ്രസ്സിന്റെ കാര്യമാണ്. ഞാൻ പറഞ്ഞത് എന്റെ ഡ്രസ്സിന്റെ കാര്യമാണ്. അല്ല, ബാലേട്ട് ഒരു ദിവസം എത്ര ഡ്രസ് മാറും? 50. നീ പോയി ചായ എടുത്തുണ്ടോ? എത്ര സുന്ദരിയായ ഒരു പെൺകുട്ടി. എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം ഒരുമിച്ച് കൊടുക്കില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ്. വിധി അങ്ങനെ ആയിപ്പോയി. അല്ലെങ്കിൽ നിസ്സാരമായ ഒരു കാർ ആക്സിഡന്റിൽ അവളുടെ കാല് നഷ്ടപ്പെടുമായിരുന്നു. ആന്റിക്ക് അങ്കിളിന് തോന്നുന്നില്ല ബാലേട്ട? പിന്നെ അച്ഛന്റെ കൊളസ്ട്രോളും അമ്മയുടെ ഡയബറ്റീസും ഇങ്ങനെ കോമ്പറ്റീഷൻ മൂടി പോകുന്നു. ആ ബാലേട്ട, ആ ഡോക്ടർ അങ്കിൾ എപ്പോഴും അന്വേഷിക്കാറുണ്ട്. ഒന്ന് കയറിയിട്ട് പോണേ. ആലോചിക്കാം. മേ ഐ കം ഇൻ സർ? എന്താ ഡോക്ടർ? നിങ്ങൾക്ക് പ്രഷർ അല്പം കൂടുതലാണെന്ന് തോന്നുന്നു. ആര് പറഞ്ഞു എനിക്ക് പ്രഷർ കൂടുതലാണെന്ന്? അല്ല, നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് കാണിച്ച ഗോഷ്ഠികളില്ലേ, അത് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരുടെ ലക്ഷണമാണ്. ഇത് മൂത്താണ് മറ്റവനാകുന്നത്. ഞാനിവിടെ ഉണ്ടേ. കണ്ടു, നിങ്ങൾ വരുന്നതും കണ്ടു. പിന്നെ എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? തന്നെ ഈയിടെയായിട്ട് ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ ഭയങ്കര ബിസിയല്ലേ. അല്ല, നേരിട്ട് കാണുന്നില്ലെങ്കിലും ഈ ബട്ടർഫ്ലൈ തന്നെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും പറയാറുണ്ട്. എന്താ, ബോറടിക്കുന്നുണ്ടോ? ഇല്ല, വളരെ ഹാപ്പിയാണ്. പട്ടത്തുറാണി പാർക്കുമ്പോ വെറ്റിക്കു താനന എന്ന വേണ്ടും നില്ലുങ്കൾ. നിവർന്ന് നില്ലുങ്കൾ. What do you want? അളിയ, അവള് നമ്മളെ വെട്ടിച്ച് സായിപ്പിനെ അഡ്ജസ്റ്റ് ചെയ്തെന്നാ തോന്നുന്നത്. What? What do you want? നോ, നത്തിങ്. നത്തിങ്. നോ നോ. What happened, dear? അണ്ണാ, റൂം മാറിപ്പോയി. ഇത് 69. സോറി മാഡം, യു ആർ 68 and we are 69. We are 68 and you are 69. സോറി മാഡം. അല്ല, ഇപ്പൊ ഞാൻ എന്തോന്ന് പറയാനാ? കുഴഞ്ഞു. ആ കുഴഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. റൂം മാറിപ്പോയതാ. Come on, darling. താങ്ക് യു.
അടി കിട്ടായിരുന്നു ആരുടെ ഭാഗ്യമോ. അണ്ണാ മഴാമ്മയെ കിട്ടുമോ? 6-8-68. ദൈവമേ, തുറക്കണേ ഒന്ന്. മൂടും കളഞ്ഞു. നിന്നോട് ആരടി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞത്? പിന്നെ എത്ര നേരം വെച്ചാ കാത്തിരിക്കുന്നത്? അപ്പോഴേ നിന്നോട് ഞാൻ പറഞ്ഞു ഉറങ്ങിപ്പോയി. നേരത്തെ പോരാമെന്ന്. അണ്ണൻ ചൂടാകണ്ണ, ഒന്ന് കുളിപ്പിച്ചെടുത്താ പോരെ. കൊച്ചെ വാലടക്കണ്ട കേട്ടോ. നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ മുറി പോരി, ഞാനങ്ങ് വന്നേക്കാം. എന്തോ നീ ആ വട്ടൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി എന്നെ കൊന്നതും പോരാ, ഞാൻ അപ്പുറത്തെ മുറി പോയിരിക്കണമെന്നോ? അണ്ണാ താഴെ നല്ല ഫസ്റ്റ് ക്ലാസ് ബാറുണ്ട്. അണ്ണനൊരു 2 സ്മാളുമൊക്കെ അടിച്ച് ഒന്ന് ചൂടാക്കി, ഞാനങ്ങ് വന്നേക്കാം. പിന്നെ പള്ളി പറഞ്ഞാ മതി. അവിടെ പോയി ഇത്രയും സമയം വെറുതെ കളഞ്ഞതിന് നിനക്കൊരു പണിഷ്മെന്റ്. പോടാ. എടാ, ഒരു പോക്കിരുന്നാൻ പറഞ്ഞാണല്ലോ. പോകാനല്ലേ പറഞ്ഞു? അല്ലെങ്കിലും നിനക്ക് പണ്ടുപോലുള്ള സ്വഭാവമാണ്. ആദ്യം മൂടാക്കി ആദ്യം വെച്ചേക്കാം. നിന്റെ കാര്യം ഞാൻ പറയാടാ പ്രത്യേകം. ചെല്ലടാ. ഛോ. പ്രപഞ്ച സൗന്ദര്യം മുഴുവനും വാരിക്കോരിയെടുത്താണ് ഈശ്വരൻ ഭാഗ്യത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഭൂമിയുടെ സൗന്ദര്യം മുഴുവനും ഭാഗ്യത്തിന്റെ ഈ കണ്ണുകളിൽ ആവാഹിച്ചെടുത്തിരിക്കുകയല്ലേ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീയുമായി ബന്ധപ്പെടാൻ പോകുന്നത്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല. അവനുണ്ടല്ലോ, ആ കള്ള റാസ്കൽ ബാലൻ, അവൻ പറയാൻ പോകുന്ന വാചകങ്ങളാണ്. ഏത് പെണ്ണിന്റെ അടുത്ത് ചെന്നാലും ഇത് തന്നെ അവൻ വെച്ച് കാച്ചു. മാത്താവുമായിരിക്കല്ലേ? ഒരു വഴിക്ക് പോയല്ലാവേ. ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു എങ്ങനെയുണ്ട്? ആ ചെല്ലല്ലേ, അവളവിടെ കാത്തിരുന്ന് വിഷമിക്കുമായിരിക്കും. ആ പിന്നെ ഒരു നല്ല വഴിക്ക് മുമ്പ് പുറകെ വിളിക്കാതെ കാലമാടാ. എടോ, അതിനേക്കാളും നല്ല കാര്യം പറയാൻ വേണ്ടിട്ടാ അമ്മ. എടാ, ഞാൻ അവളെ കാശ്മീർ കൊണ്ടുപോയിക്കോളാം, സാരി വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ ഒരു കാറ്റ് കാറ്റിട്ടുണ്ട്. നീ അതുകൊണ്ട് വല്ല സിംഗപ്പൂറോ ഹോങ്കോങ്ങോ എന്നൊക്കെ തട്ടി വിട്ടോണം. എന്നാലേ പിങ് പിങ്ങിന് നന്നായി വരുള്ളൂ. അണ്ണാറക്കണ്ണനെ മരം കയറാൻ പഠിപ്പിക്കണോടാ. ഞാനവളെ ഹോങ്കോങ്ങിലല്ല കോലാലംപൂരി കൊണ്ടുപോകും. എടാ, നീ കൊള്ളാലോ.